ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ മനോഹരനെ കിരൺ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം അപ്പുറത്ത് നമ്മുടെ സരയും അതുപോലെ ശാരിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പേടിച്ച് തന്നെയാണ് മനു ആ വീട്ടിലേക്ക് വരുന്നത്. മനോഹരനെ ആണെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി കിരണാണെങ്കിൽ അകത്തോട്ട് കയറ്റി ഇരുത്തി. അപ്പോൾ ദാ നമ്മുടെ മേഘ്നയാണെങ്കിൽ ഒരു കപ്പിൽ ചായയൊക്കെ ആയിട്ട് അപ്പം മനുവിന് ചായ കൊടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് നമ്മുടെ മനോഹരന് ഇതെന്തിനാണ് തന്നെ വിളിച്ചു വരുത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കിയ പാടെ തന്നെ അല്ല കിരൺ സാറേ, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ നീ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. നീ എന്താ കരുതിയിരുന്നത്? അതെ, ഈ മേഘ്ന ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. അതുകൊണ്ട് അവളോട് എന്തെങ്കിലും ഉടായ്പ് കാണിക്കാമെന്ന് വിചാരിച്ചാൽ നടപ്പില്ല മനു. നിന്റെ എല്ലാവിധ തൊട്ടി സ്വഭാവവും ദേ കല്യാണിയും ഞാനും ഒക്കെ അവളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഇതുമാതിരിയുള്ള നമ്പർ അത് ഇവളുടെ അടുത്ത് എടുക്കണ്ടെന്ന് പറയുക. അപ്പം സാറേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് പെങ്ങളെ, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ മേഘ്നയെ പെങ്ങളെ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും കല്യാണി ഇങ്ങ് വരികയാണ്. എടാ, നിന്റെ ഈ ഞരമ്പ് സ്വഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്കറിയാം. പിന്നെ ഉണ്ടല്ലോ, ആ സരയു കുറച്ച് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ ആരും ഇതൊന്നും ആരോടും പറയാത്തത്. അത് നീ ഒരു താളമായിട്ട് കാണിയൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതുമാതിരി ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടാവും. അവരുടെയൊക്കെ മെക്കിട്ട് കയറിയും അവരുടെയൊക്കെ ജീവിതം തൊലച്ചും ഇനിയും മുന്നോട്ട് പോകാന്ന് പൊന്നുമോനെ നീ വിചാരിക്കേണ്ടെന്ന് പറയുക. ഇല്ല കല്യാണി, ഇനി ഞാൻ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എടുക്കില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. കല്യാണിക്ക് അറിയാലോ, ഞാൻ ഇതുപോലെ ഒരിടത്തും അധിക നാള് താമസിക്കാറില്ലെന്ന്. പക്ഷെ ഇവിടുന്ന് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളാന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയോട് പറഞ്ഞു. അങ്ങനെ ഒരുവിധം നമ്മുടെ വിക്രമാണെങ്കിൽ അവിടുന്ന് തല ഊരിപ്പോരാണ്. ഇനി എന്തായാലും മേഘ്ന പേടിക്കൊന്നും വേണ്ട കേട്ടോ. മേഘ്നക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്നാലും ഇതുപോലെയുള്ളൊരു പെരുങ്കള്ളനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മേഘ്ന അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശാരിയാണ്. അപ്പൊ ശാരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ DNA റിസൾട്ട് കിട്ടണം. എന്തായാലും ഭർത്താവെന്ന് പറയുന്ന രാഹുലിനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശാരിക്ക് സംശയമായി വരികയാണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നമ്മുടെ ശാരി ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കിനും ശരി തന്നെയാണ്. ഇത്രയും കാലമൊക്കെ താരയെ കാണുമ്പോഴത്തേക്കിനും രാഹുലേട്ടന് പ്രത്യേക ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അയാൾ എന്തുകൊണ്ടോ അവളെ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശാരിക്ക് പിടികിട്ടി. അങ്ങനെ ശാരിയാണെങ്കിലോ തൻ്റെ കൂട്ടുകാരിയെ പോയി കാണുകയാണ്. അപ്പോൾ പുള്ളിക്കാരി DNA റിസൾട്ട് വന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ശാരി ഇങ്ങനെ ചങ്കിടിപ്പോടുകൂടി നിൽക്കുകയാണ്. എന്താകും, തൻ്റെ മകള് തന്നെ ആയിരിക്കണേ സരയൂ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ് ശാരി അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ ശാരി പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ രാഹുലും താരയും കൂടി അവരുടേതായിട്ടുള്ള ആ ഒരു മകളാണ് സരയു എന്നുള്ള കാര്യം, ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അത് നമ്മുടെ ശാരി തിരിച്ചറിയാണ്. ഇതറിഞ്ഞ് ശാരിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ല. തന്നെ ഇത്രയും കാലവും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നുള്ളൊരു സത്യം, ആ ഒരു സത്യാവസ്ഥ അവൾ മനസ്സിലാക്കുമ്പോഴത്തേക്കിനും അവൾക്ക് രാഹുലിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ദാ വീട്ടിലേക്ക് ചെന്ന പാടെ തന്നെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നു. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, ആ താര എന്തിനാണ് നമ്മുടെ മോളുടെ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും രാഹുലാണെങ്കിലോ ഇവളിപ്പോൾ എന്താണാവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു നിമിഷം ഇങ്ങനെ പകച്ചു നിന്നു. അല്ല, എന്താ ശരി ഇപ്പം നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പല കാര്യങ്ങളും നമ്മുടെ അറിവില്ലാത്തതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് എന്നും പറഞ്ഞ് രാഹുലിനെ ഒന്ന് പേടിപ്പെടുത്തുന്ന രീതിയിൽ ശാരി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഈശ്വര, താൻ ഇത്രയും കാലം ഭയന്ന കാര്യം എങ്ങാനും നടന്നോ? ഇനി ശാരി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ തന്നോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു പേടിയായി രാഹുലിന്. പെട്ടെന്ന് തന്നെ ആള് തൻ്റെ അടുത്ത അടവെടുക്കുകയാണ്. ശാരി, എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്,
നീ ഇപ്പം അപ്പുറത്തെങ്ങാനും പോ. എനിക്ക് ഇതുപോലെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നത് തീരെയും പിടിക്കുന്നില്ല, അതുകൊണ്ട് നീ പൊയ്ക്കോന്ന് പറയുക. അപ്പം ശാരിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞിട്ടാണ് അയാൾ ഇങ്ങനെ കളിക്കുന്നതെന്ന് വിചാരിച്ച് ശാരി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ സരയുനെ പറ്റിച്ചുകൊണ്ട് മനോഹർ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. അവളെ കണ്ട പാടെ തന്നെ മനു ആണെങ്കിൽ അവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും അവളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പം നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടി ചെറിയ പർച്ചേസിനൊക്കെ ആയിട്ട് ആ കടയിൽ എത്തുന്ന സമയത്ത് ഇവർ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു ചുരിദാർ എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മനോഹറിനെയാണ്. മനോഹറിന്റെ ഈ നിപ്പൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണി ഇങ്ങനെ ആലോചിക്കുകയാണ്, കിരണേട്ടൻ എത്ര കാര്യമായിട്ട് ഇവനോട് സംസാരിച്ചത്, എന്നിട്ടും അവൻ അതിൻ്റെ വല്ല വിചാരം ഉണ്ടോ? അവനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, അടുത്ത അവൻ്റെ ഇരയെ തപ്പി ഇറങ്ങിയതായിരിക്കും എന്നുള്ള രീതിയിൽ മേഘ്നയോട് സംസാരിക്കുമ്പോൾ മേഘ്ന പറയുന്നുണ്ട്, ചേച്ചി ഇതിപ്പം ഇവനൊരു വലിയ പ്രശ്നക്കാരനാണല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഈ നാട് നടന്ന് ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാനായിട്ട് ഇവൻ എന്ത് ചങ്കൂറ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഒരു അമ്പരപ്പോട് കൂടി നമ്മുടെ മനോഹറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്ത് പറയാനാണ് മേഘ്ന, നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല, പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിക്കാനായിട്ട് ഇവന് പ്രത്യേക ഒരു കഴിവാണ് എന്നും പറഞ്ഞ് അവർ നമ്മുടെ മനോഹറിനെ അങ്ങ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം മനോഹറാണെങ്കിൽ ഇതാ കല്യാണിയെയും മേഘ്നയും കണ്ട പാടെ തന്നെ അന്ന് ശരി കേട്ടോ ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് അവിടെ ആ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന കൊച്ചിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോരുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ കല്യാണി പിന്നാലെ ചെന്നിട്ട് പറയുന്നു, അല്ല എന്താ നിന്റെ ഉദ്ദേശം, നിന്റെ ഈ തരികിട സ്വഭാവമൊക്കെ മാറ്റണമെന്ന് ഞങ്ങൾ നിന്നോട് താക്കീത് തന്നതല്ലേ എന്ന് ചോദിക്കുമ്പം അതെ അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, പിന്നെ എൻ്റെ ഇത് സ്വഭാവം ഇങ്ങനെ തന്നെയാണ് കല്യാണി, ഞാൻ വിചാരിച്ചതാണ് ഒരുപാട് പ്രാവശ്യം ഇതൊന്ന് മാറ്റണമെന്ന്, പക്ഷേ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് തടി തപ്പുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സരയു ആണെങ്കിൽ അമ്മയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും സരയുനാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അപ്പൊ സരയു ആണെങ്കിലും അമ്മയോട് പോയി ചോദിക്കുക, എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ടെൻഷനിലാണല്ലോ, എന്തായാലും എന്നോട് തുറന്ന് പറയുമ്പോൾ മോളെ ഇനി ഞാൻ അത് നിന്നോട് പറയാതിരുന്നിട്ട് കാര്യമില്ല, കാര്യം നീ അത് അറിഞ്ഞിരിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ ശാരിയാണെങ്കിൽ ആ സത്യങ്ങൾ സരയുവിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുകയാണ്. പക്ഷേ അന്നേരം നമ്മുടെ ബഗാസുരൻ അങ്ങ് വന്നു. ബഗാസുരൻ ഏകദേശം പിടികിട്ടി ശാരി എന്തൊക്കെയോ സത്യങ്ങൾ അത് സരയുവിനെ അറിയിക്കാൻ പോവുകയാണ്. സരയുവിൻ്റെ സ്വഭാവം നല്ല രീതിയിൽ തന്നെ ബഗാസുരൻ അറിയാവുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ ശാരിയെ തടയുകയാണ്. അപ്പം ശാരിയാണെങ്കിൽ ആ വിഷയം അങ്ങ് മാറ്റി. പിന്നീടാണെങ്കിലോ നമ്മുടെ സരയു പരസ്യമായി കിരണിനെയും കല്യാണിയെയും വെല്ലുവിളിക്കുകയാണ്, അതെ നിങ്ങൾ ഇത്രയും കാലമൊക്കെ ചെയ്തു കൂട്ടിയത് ഞങ്ങളെ ദ്രോഹിച്ചും ഞങ്ങളെ കുറ്റം പറഞ്ഞും ഒക്കെ നിങ്ങൾ നടന്നു, ഇപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത്, എൻ്റെ മനുവേട്ടനെയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും ഒക്കെ കുറ്റം പറഞ്ഞു തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്, നിന്റെ അമ്മയും അച്ഛനും കൂടി നടത്തിയ കള്ള നാടകങ്ങളൊക്കെ എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചടാ, അധികകാലം നിങ്ങൾക്കൊന്നും ജീവിതം മുന്നോട്ടുണ്ടാവില്ല എന്നും പറഞ്ഞ് സരയു ഇങ്ങനെ കിരണിനെയും കല്യാണിയെയും വെല്ലുവിളിക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ എടി നീയും നിന്റെ അച്ഛനും ഒക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും നീ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ മനോഹരൻ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ എത്തരത്തിലുള്ളവനാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സരയു വാവളിച്ച് നിൽക്കുകയാണ്. ഇവനിനി എന്താണാവോ എൻ്റെ മനുവേട്ടനെ കുറിച്ച് പറയുക, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് സരയു ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും കിരൺ ആ സത്യങ്ങൾ പറയാണ്, അതെ നിന്റെ അച്ഛൻ നിന്നെ ആദ്യം പറ്റിച്ചു, ദാ ഇപ്പം നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുക, സംശയം ഉണ്ടെങ്കിൽ നീ പോയി നിന്റെ അമ്മയോട് ചോദിക്കടി എന്ന് പറയുമ്പോഴത്തേക്കിനും നീയൊക്കെ എന്താ പറഞ്ഞു വരുന്നത്, എൻ്റെ അച്ഛൻ എങ്ങനെയാണോ നിന്നെ പറ്റിച്ചത്, അതിനിപ്പം ഞാൻ പറഞ്ഞു തരണോ, എടി നീ ഇത്രയും കാലവും അമ്മയെന്ന് വിളിച്ച് നടന്നില്ലേ ശാരി, അവര് നിന്റെ അമ്മയല്ല. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും സരയുവിന് ദേഷ്യം വന്നു. ദേ കളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കിരണേ, നമ്മൾ തമ്മിൽ ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ കിരൺ പറയുന്നുണ്ട്, എടി അറിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്, നീ സംശയം ഉണ്ടെങ്കിൽ നിന്റെ അമ്മയോട് പോയി ചോദിക്ക്, നിന്റെ അമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു,
ഇതിനു മുന്നേ നിന്റെ അമ്മയെ ഞാനൊന്ന് കണ്ടായിരുന്നു. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരതിനു മുന്നേ ഒരു ഉപാധി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ദേ എൻ്റെ കല്യാണിയെ ഞാൻ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ശാരി ആൻറ്റിയുടെ ഡിമാൻഡ്. എന്തായാലും അത് നടക്കില്ല എന്ന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഡിമാൻഡ് സ്വീകരിക്കുക ചെയ്തത്. പിന്നെ ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. നിന്റെ അമ്മ നിന്നോട് പറയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞതും സരയു ആണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ സരയുവിന് സത്യങ്ങൾ അറിയണം. എന്തോ ഒരു സത്യം ഉണ്ട് എന്നുള്ളത് സരയുവിന് പിടികിട്ടി. സരയു ഇതാ വീട്ടിലേക്ക് തിരികെ വന്നു. നമ്മുടെ ശാരിയോട് ചോദിക്കുകയാണ്, എന്നോട് കിരണും കല്യാണിയും ഒക്കെ എന്തൊക്കെയോ സത്യങ്ങൾ അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്കത് അറിയണമെന്ന് പറയുമ്പോൾ ആദ്യം ശാരി ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് തൻ്റെ മകൾ എല്ലാ സത്യങ്ങളും അറിയണം. തൻ്റെ മകളായിട്ട് വളർത്തുന്ന സരയു അത് തൻ്റെ മകളല്ല എന്നുള്ള സത്യം ശാരി തിരിച്ചറിഞ്ഞതുപോലെ തന്നെ സരയും ആ സത്യം തിരിച്ചറിയണമെന്ന് നിർബന്ധമുള്ള ശാരിയാണെങ്കിലും നടന്ന സംഭവങ്ങളെല്ലാം തൻ്റെ അച്ഛൻ്റെ ചതിയുടെ കഥ സരയുവിന് മുന്നിൽ വിളമ്പുകയാണ്. അപ്പം സരയുനാണെങ്കിലോ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. സരയു തല തല്ലി കരയുകയാണ്. തൻ്റെ അമ്മയായിരുന്ന താരയെ താൻ എത്രമാത്രം ഉപദ്രവിച്ചു. അപ്പം ഇത്രയും കാലം തന്നെ അച്ഛൻ ചതിക്കുമായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൾക്കാണെങ്കിലും സകല നിയന്ത്രണവും വിട്ടു. ഇനി എനിക്ക് ജീവിക്കേണ്ട അമ്മയെന്നും പറഞ്ഞ് അവളാണെങ്കിലോ ആ വാതലിൽ തല തല്ലി കരയുകയാണ്. അപ്പം ശാരിയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും നമ്മുടെ ബഗാസുരന്റെ സമയം അടുത്തിരിക്കുകയാണ്. മിക്കവാറും ശാരിയും മകളും കൂടി ബഗാസുരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ശ്രീലമ്പടനായിട്ടുള്ള മനോഹർ അവനെയും പൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കിരണും കല്യാണിയും കൂടിയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പോരാത്തതിന് ചെറിയ രീതിയിലൊക്കെ സൂചന സരയുനും കൊടുത്തു കഴിഞ്ഞു. എന്തായാലും ഇവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കല്യാണി. അതുകൊണ്ട് തന്നെ ഇവനെ പൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ വരും, എനേബിൾ ചെയ്തിടുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. ഗുഡ് നൈറ്റ്.